ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി ജന സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ബ്രേക്കൊക്കെ ജാമായ രീതിയിൽ നല്ല ടൈറ്റ് ഉണ്ട്, ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഫ്രണ്ട് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നല്ല വെട്ടലൊക്കെ കാണിക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തും അതിൻ്റെ കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അത്യാവശ്യം നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വർക്കുകൾ അതിനകത്ത് ചെയ്തു പോകും കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക് ടയറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബാക്ക് ടയർ ശരിക്കും ഈ സൈഡിലെ ഗ്രൂ മാത്രമേ ഉള്ളൂ, സെൻറ്ററിൽ ഒട്ടും പിടുത്തമില്ല, തീർന്ന് നിൽക്കണതാണ് കേട്ടോ. ഓൾറെഡി ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഈ സൈഡിലെ ഗ്രൂ മാത്രമേ ഉള്ളൂ, മെയിൻ സെൻട്രൽ റോഡിൽ പിടിക്കുന്ന ഭാഗം ഒട്ടും കട്ട് ചെയ്യാത്ത കണ്ടീഷനിലാണ് നിൽക്കണേ. മാറ്റേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ഈ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ നോക്കുമ്പോൾ ചെറിയൊരു ഓയിൽ നനവോട് കൂടിയിട്ടുള്ള പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ളൊരു പ്രസൻസ് കാണുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നിലവിലുണ്ട്, അറിഞ്ഞു വയ്ക്കാം. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ കംപ്ലൈൻറ്റ് ഉണ്ട്. ആ ബ്രേക്കിൻ്റെ കേബിള് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പിടിക്കുന്ന ഈ ബ്രേക്കിൽ നിന്ന് 2 കേബിളാണ് പോകാം. അതൊരെണ്ണം ഫ്രണ്ടിലേക്കും വേണ്ട, ഒരെണ്ണം ബാക്കിലേക്കും വേണ്ട. ആ 2 ബ്രേക്ക് കേബിളും മാറ്റിയിട്ട് ലൈനർ മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഓൾറെഡി പൊല്യൂഷൻ ടെസ്റ്റിൻ്റെസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് സർവീസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ അത് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് പെട്ടെന്ന് വരുന്ന ടൈപ്പ് മോഡലാണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നഷ്ടം നോക്കാതെ ഇത് മാറ്റി കളയണതായിരിക്കും ബെറ്റർ. കാരണം ഇത് മൂലം ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകും. കാരണം കാർബൺ കൂടുതൽ ഹെഡിൽ വരും. അത് പതുക്കെ ഗ്രാജുവലി കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എയർ ഫിൽറ്ററുമേന്നൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബെൽറ്റ് കട്ടായി പോണതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് ഇവിടെ. ഇത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ, ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ. തന്നെയല്ല അതിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീലുകളിലും കൂടി ശ്രദ്ധിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം തുരുമ്പ് ഉണ്ട്. ഈ കാണുന്ന തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വന്നാൽ ബെൽറ്റ് സൈഡ് ചെത്തിപ്പോവും. കാരണം എന്താ വെച്ചാൽ ഈ ഇതിക്കടങ്ങനെ ബെൽറ്റ് ഇങ്ങനെ ഓടിക്കളിക്കുന്ന ബെൽറ്റാണ്. അതായത് ഒരു ആക്സിലേറ്റർ ഇഞ്ചിൻ്റെ RPM കുറയുന്നതിനനുസരിച്ച് ബെൽറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ തടസ്സം വരുന്ന സമയത്ത് ഈ തുരുമ്പുള്ളപ്പോൾ അവിടെ ചെറിയ കുഴികൾ വന്നിട്ടുണ്ട്, കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഭാഗം വരുമ്പോൾ അവിടെ ഒരു റഫ്നെസ് വരും. അപ്പോൾ ബെൽറ്റ് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ കട്ടായി പോകും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ RPMലാണ്, അതിൻ്റെ നല്ല സ്പീഡിലാണ് അതിൻ്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീലൊക്കെ മാറ്റിയിടണം. കാരണം ബാക്കിലേക്ക് തന്നെ ഈ പുള്ളി വീലും നോക്കുമ്പോൾ അതുമേ ഉണ്ട് അതിൻ്റേതായിട്ടുള്ള തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ്. ഇത് സാധാരണ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ കയറ്റി വയ്ക്കുമ്പോഴാണ് സാധാരണ വരാറ്. കറക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ എപ്പോഴും മൂവ് ചെയ്യണ കാരണം അങ്ങനെ സാധാരണ കാണാറില്ല. ഇതിപ്പോൾ ഉപയോഗിക്കാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള കേസിലാണ് വരാറ്. അപ്പോൾ തൽക്കാലം ബെൽറ്റ് വലിയ പഴക്കമില്ലാത്ത ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് അല്ല. എങ്കിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ തൽക്കാലം യൂസ് ചെയ്യാം. അടുത്ത പ്രാവശ്യം ബെൽറ്റ് മാറ്റുമ്പോൾ കൂട്ടത്തിക്കടെ ഈ വീലൊക്കെ മാറ്റി സെറ്റ് ചെയ്യണതായിരിക്കും ബെറ്റർ. എന്നാലാണ് ബെൽറ്റിന് ലൈഫ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇതേപോലെ പിടിപിടിയുന്ന ബെൽറ്റ് തീരുന്നൊരു സിറ്റുവേഷൻ വരും കേട്ടോ. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഓയിൽ സീലൊന്നും ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. വണ്ടി ഐഡലിങ് നിൽക്കുക, സ്ലോ സ്പീഡിൽ നിൽക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് അത്യാവശ്യം ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. കാരണം കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ പെട്രോളിൻ്റെ ഒരു റിയാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജെറ്റുകളിൽ കാണുന്നത്, ഒരു വെള്ളപ്പൊടി പോലെയൊക്കെ വന്നിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിൽ സംഭവിക്കാറ് ഒന്നോരോ വണ്ടി മിസ്സിങ് ഒക്കെ കാണിക്കും. അതല്ലെങ്കിൽ ഓവർഫ്ലോ ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇതുമേണ അതിൻ്റെ ഓവർഫ്ലോ നീഡിലാണത്. ഇതിൻ്റെ ഈ വരുന്ന നെക്ക് ഭാഗം, ഈ കൂർത്തിരിക്കുന്ന ഭാഗം കറക്റ്റ് ലോക്കാവാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഓവർഫ്ലോ വരാനൊക്കെയുള്ളൊരു സാധ്യത നിലവിലുണ്ട്. തൽക്കാലം അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയാലും അങ്ങനെ ഒരു റിസ്ക് നിലവിലുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ജെറ്റൊക്കെ മാറ്റി കഴിയുമ്പോൾ ഓൾറെഡി സ്ലോ സ്പീഡിൻ്റെ ഒക്കെ റെഡി ആയേക്കാം. പക്ഷെ എന്നാൽ പോലും ഒരു ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലവിൽ കാണുമെന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കാം, വരാതിരിക്കട്ടെ. പിന്നെ ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പാണ് നമുക്ക് വരാം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബുഷൊക്കെ ഓൾറെഡി പോയി നിൽക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ഫുൾ ഡാമേജാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കുഷ്യൻ്റെ റബ്ബറായാലും നല്ല പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ്.
പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും നിലവിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗം ചെയ്താലാണ് നമുക്ക് ആ ഫ്രണ്ടിൽ നിന്നുള്ള അടി കാര്യങ്ങളൊക്കെ മാറുള്ളൂ. ഫ്രണ്ടിലെ ടയർ ഏകദേശം നമുക്ക് ശരിക്കും ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ വരാം. ഈ ലൈൻ കണ്ടോ, ഇവിടെ അതിൻ്റെ മാർക്കിങ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ TWI എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിനോട് ഇവിടെ മാർക്കിങ് വന്നിട്ടുണ്ട്. TWI അതിൻ്റെ നേരെയാണ് ഈ ലൈൻ വരാം. ആ ലൈനോട് ചേർന്ന് വരുമ്പോൾ ടയർ മാറ്റണമെന്നുള്ളതാണ് ശരിക്കും മെത്തേഡ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് വെട്ടലൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ടയർ മാക്സിമം അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതും ഒരു റീസണാണ്. ഫ്രണ്ടും ബാക്കിലത്തെയും ടയർ നീർന്ന് കിടക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഒരു ടയർ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വെട്ടൽ കാര്യങ്ങളൊക്കെ മാറും. അതേപോലെ തന്നെ അത്യാവശ്യം ഓടിക്കാനും സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.86 നമുക്ക് കാണുന്നുണ്ട് വോൾട്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് 8.6 ആണ് അതിൻ്റെ വോൾട്ട് കാണിക്കുക. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കും. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു ജർക്കിങ് ഇങ്ങനെ കടകടാന്ന് അടിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ കവർ സ്ക്രൂ ചെയ്ത് വെച്ചാണ് ഭാഗമാണത്. അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. പക്ഷേ അവിടുത്തെ ആ സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പോയേക്കാതുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഒരു കാരണവശാലും ടൈറ്റായിട്ട് നിൽക്കില്ല. അതിൻ്റെയാണ് ആ ഷെയ്ക്ക് കാണിക്കുക. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് സ്വിച്ച്, ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട്. അത് ആ സ്വിച്ചിൻ്റെയാണ്. അത് മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഈ ഓയിൽ മയത്തോടു കൂടി പൊടി പിടിച്ചിരിക്കുന്നുണ്ടോ. അത് ശരിക്കും എന്ന് വെച്ചാൽ അതിന് ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ പുറത്തേക്ക് വന്നേക്കണമാണ് കാണുന്നത് കേട്ടോ. അത് അഴിച്ച കൈയോടെ മാറ്റിക്കളയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി സേഫ്. പിന്നെ നമുക്കിതുമ്പോൾ കിടക്കുന്ന സ്പാർക്ക് പ്ലഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മോഡൽ, ബൈക്കിന് വന്ന മോഡൽ പ്ലഗ്ഗാണ് ഇതുമ്പോൾ ഇപ്പോൾ കിടക്കുന്നത്. ശരിക്കും ഇതിൻ്റെ പ്ലഗ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലോങ് സൈസാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഇതുമ്പോൾ കിടന്നിരുന്ന പ്ലഗ്. നമുക്ക് വേണ്ട പ്ലഗ് ഇത് എത്ര ലെങ്ത്ത് വന്ന പ്ലഗ്ഗാണ്, ഇത്ര നീട്ടമുള്ള പ്ലഗ്ഗാണ് സാധാരണ നമുക്ക് ആക്റ്റീവ സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ വരാം. അപ്പോൾ നിലവിലിപ്പോൾ ഇതാണ് കിടന്നുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭാഗം ത്രെഡ് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ മിക്കവാറും ആ കരി വന്ന് അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്ലഗ് ഇട്ട് നോക്കാം. കയറാണെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഇട്ട് കഴിക്കുന്ന കൂട്ടത്തിൽ കൂടിയാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം ആ ത്രെഡിനകത്ത് മൊത്തം കരി വന്ന് അടഞ്ഞേക്കേണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ലെങ്ത്ത് ഉള്ള മോഡലാണ് വേണ്ടതെങ്കിലും ഒരു പക്ഷേ നമുക്കിപ്പോൾ മാറ്റിയിടുമ്പോൾ ചിലപ്പോൾ അത് സെറ്റ് ആവില്ല. ഫുള്ളായിട്ട് കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചിട്ട് ഈ മോഡൽ തന്നെ സെറ്റ് ചെയ്യാനാണ് പറ്റുള്ളൂ കേട്ടോ. അതിന് ശേഷമൊക്കെ വേണം നമുക്ക് പോയിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കുന്നുണ്ട്. ഓയിലും കൂട്ടത്തിൽ നമ്മൾ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് നമുക്ക് മെയിനായിട്ട് വന്നേക്കുന്നത്. അതിനകത്ത് പിന്നെ പുറമെ വന്നേക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ഈ കവറൊക്കെ അവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റാത്തത് മാറേണ്ടി വരും. ബ്രേക്ക് സ്വിച്ചൊക്കെ ചേഞ്ച് ചെയ്യേണ്ട അങ്ങനെ 1-2 വർക്കുകളാണ് അഡീഷണലായിട്ട് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം പിന്നെ കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ സർവീസിൽ വന്നതല്ല, അത് പുറമെ വന്ന അഡീഷണൽ വന്ന വർക്കാണ്. കാർബറേറ്റർ ക്ലീനിങ്ങിന് അതിൻ്റെ ഇത് വേറെ വന്നെ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഈ വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ക്ലച്ചിനകത്ത് ഇമാതിരി കംപ്ലയിൻറ്റ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമാതിരി കംപ്ലയിൻറ്റ് ഉണ്ട്, തുരുമ്പ് കാര്യങ്ങളുള്ളതുകൊണ്ട് ബെൽറ്റ് കട്ടായി പോണ കംപ്ലയിൻറ്റ് ഉണ്ട്. നമ്മൾ തൽക്കാലം ഈ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല. അത് പിന്നീട് നമ്മൾ ബെൽറ്റ് മാറ്റണ സമയത്ത് ആ വീലുകൾ കൂടി മാറ്റിയിട്ട് ബെൽറ്റ് മാറ്റിയിട്ടാലാണ് നിൽക്കുള്ളൂ, ലൈഫ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒട്ടുമിക്ക പാർട്സുകളും ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. പിന്നെ പറയാൻ വിട്ട ഒരു കേസ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറായാലും പരമാവധി അഡ്ജസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കണം കേട്ടോ. അതും കിടക്കുന്നത് കമ്പനി ആയിട്ടല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് തന്നെയാണ് ഫ്രണ്ടിലും കിടക്കുന്നത്. ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കുറേ കൂടി നമുക്ക് ബെനിഫിറ്റ് അതാണ്. കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടും, തന്നെയല്ല നമുക്ക് ഇച്ചിരി ലൈഫ് ഉപയോഗിക്കാൻ കിട്ടും, കംപ്ലയിൻറ്റ്സ് കുറവായിരിക്കും കേട്ടോ. ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ.